ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പുറപ്പാടിന്റെ പുസ്തകം നമ്മളെ ദൈവരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കാൻ, അതിലേക്കുള്ള പ്രവേശനത്തെ നമ്മളെ ഒരുക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ സമാപനത്തിൽ സൂചിപ്പിച്ചു, പെസഹ തിരുനാൾ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്കുള്ള ഒരു കവാടമായിരുന്നു, അല്ലെങ്കിൽ വാഗ്ദാന ദേശത്തേക്കുള്ള കവാടമായിരുന്നു. ആ പെസഹ തിരുനാൾ വിശുദ്ധീകരണത്തിലെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രിതമായ ഒരു സമൂഹത്തിന്റെ അനുഭവത്തിലേക്കുള്ള ആ ഒരു മുദ്രണമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു കവാടമായിട്ടാണ് നിൽക്കുക. ഈ കവാടത്തിലൂടെയാണ്, പെസഹായുടെ കവാടത്തിലൂടെയാണ്, കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയുള്ള കവാടത്തിലൂടെയാണ് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പ്രകാരമാണ്: ഈശോയുടെ ശരീരമാകുന്ന വിരിയിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ വെട്ടിപ്പൊളിച്ചിരിക്കുന്ന ശരീരത്തിലൂടെ, വിശുദ്ധ കുർബാനയാവുന്ന അനുഭവത്തിലൂടെ മാത്രമേ കർത്താവിൻ്റെ ഗിരിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. പിതാവിൻ്റെ മഹത്വം കാണാൻ നമുക്ക് പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്ന എത്തിക്കുന്നത് ഒരു വിശുദ്ധ മലയിലേക്കാണ്. ആ വിശുദ്ധ മലയുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ മലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. പെസഹ തിരുനാൾ കഴിഞ്ഞു. പെസഹ തിരുനാളിൻ്റെ ആചരണത്തിലൂടെ പുതിയ ഒരു സമൂഹത്തിലേക്ക് പുതിയൊരു കാൽവെപ്പ് നടത്തുകയാണ് ഇസ്രായേൽ ജനം നടത്തുക. അവർ പോകുന്ന വഴികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാപ്പിൽ കൊടുത്തിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഗോഷൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അവർ നേരെ പോകുന്നത് ചെങ്കടൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ചെങ്കടലല്ല വിശുദ്ധഗന്ധം ഉദ്ദേശിക്കുന്ന ചെങ്കടൽ. വിശുദ്ധഗന്ധത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: വിശുദ്ധഗന്ധത്തിൽ കാണുന്ന ചെങ്കടലിന് കൊടുത്തിരിക്കുന്ന പേര് യാം സൂഫ് എന്നാണ്. എന്താണ് യാം സൂഫ് എന്ന വാക്കിന്റെ അർത്ഥം? ഞാങ്ങണകളുടെ കടൽ എന്നാണ് യാം സൂഫ് എന്ന വാക്കിന്റെ അർത്ഥം. ഞാങ്ങണകളുടെ കടൽ. യാം എന്ന് പറയുന്നത് കടൽ, സൂഫ് എന്ന് പറയുന്നത് ഞാങ്ങണ. ഞാങ്ങണ എവിടെയാണ് കടന്നു വരുന്നത്, എവിടെയാണ് വളരുന്നത്? അത് നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത്, അതൊരു ചതുപ്പ് നിലത്ത് വളരുന്ന സ്ഥലം എന്നതാണ് ഞാങ്ങണകൾ. ആ കടലിലൂടെ യാത്ര ചെയ്യുന്നു എന്നാണ് വിശുദ്ധഗന്ധം നമ്മളെ സൂചിപ്പിക്കുക. എന്നാൽ അതെന്ത് തന്നെ ആയാലും വിശുദ്ധഗന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ദൈവശാസ്ത്രപരമാണ്. കാരണം ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അവര് പെസഹ തിരുനാളാകുന്ന കവാടമൊക്കെ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരവസരത്തിൽ അവർ ആകപ്പാടെ സ്തബ്ധരായിട്ട് നിൽക്കുക. ഇനി മുന്നോട്ട് എങ്ങനെ പോകും? ഉടനെയാണ് മോശ തൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിൽ അടിക്കുകയും കടല് രണ്ടായിട്ട് വേർതിരിക്കുകയും ചെയ്തു. തിരുവചനം പറയുന്നു, കടലിൽ അവർ കരയിലൂടെ എന്ന വണ്ണം യാത്ര ചെയ്തു. ഇസ്രായേൽ ജനം കടലിലൂടെ യാത്ര ചെയ്ത് അങ്ങേ അറ്റത്തെത്തിയപ്പോഴേക്കും ഇതാ ഫറവോയുടെ സൈന്യം അവരെ അനുധാവനം ചെയ്യുന്നു. അങ്ങനെ വീണ്ടും മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, വടികൊണ്ട് അതിനെ അടിച്ചു. കടൽ വീണ്ടും കടലായിട്ട് രൂപാന്തരപ്പെട്ടു. ഇത് ഒരു വിശ്വാസത്തിന്റെ ചിന്തയിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഇത് മാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പല ചരിത്രകാരന്മാരും പല ഗവേഷകരും ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. ചിലർ പറയുന്നത് വേലിയേറ്റമുണ്ടായെന്നോ വേലിയിറക്കമുണ്ടായെന്നൊക്കെ പറയാം. അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി വേണം ഈ വചനഭാഗത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഞാങ്ങണകളുടെ കടലിലൂടെ പോകുന്നത് അല്പം ദുരിതം പിടിച്ച സംഗതിയാണ്. എങ്കിൽ തന്നെയും ദൈവമായ കർത്താവ് എങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ നയിച്ചത് എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ പ്രധാനമായിട്ട് നൽകുകയാണ്. ഇസ്രായേൽ ജനത്തിന് രക്ഷ കിട്ടി. അപ്പോൾ ആ രക്ഷ എങ്ങനെയാണ് അവർക്ക് ലഭ്യമായത് എന്നതിനെ കുറിച്ച് അവർ വാതോരാതെ പറയുന്ന ട്രഡീഷനിൽ നിന്ന് കടന്നു വരുന്നതാണ്, പാരമ്പര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നതാണ് ഈ വിവരണങ്ങളൊക്കെ. കാരണം മോശയുടെ കാലത്ത് ആരും എഴുതാനില്ലായിരുന്നു. അവരുടെ കിട്ടിയിരിക്കുന്ന ദൈവിക സത്യത്തെ അവർ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈജിപ്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഇപ്രകാരമുള്ള ഒരു അധപ്പതനം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു എന്നതൊക്കെ ഈജിപ്ത് ചരിത്രകാരന്മാർ തങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു രീതിയിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. റാംസസ് സെക്കൻഡ് എന്ന് പറയുന്ന ഭരണകാലത്ത് അന്ന് രാജാവിന്റെ ഫറവോയുടെ
ഭരണകാലത്താണ്. ഏകദേശം 1250 BC കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ആരംഭകാലത്തുണ്ടായിരുന്ന വസ്തുക്കളും ഇസ്രായേലിന്റെ സ്വത്തും എല്ലാം ആർഭാട ജീവിതം നയിച്ച് ഈ ഫറവോ അത് നശിപ്പിച്ചു കളഞ്ഞു. റാംസസ് പിത്തോം എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട സിറ്റികളിൽ അത് കൂടുതലായിട്ട് വിപുലീകരിക്കപ്പെടുകയും അതുവഴിയായി ഖജനാവ് കാലിയാക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈജിപ്ത് ദേശം മുഴുവനും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. അത്രമാത്രം അഡ്മിനിസ്ട്രേഷൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഈജിപ്ത് ദേശത്തു നിന്നുള്ള ഇസ്രായേൽക്കാര് അവരെ വിമോചിപ്പിക്കുകയും അവരെ വാഗ്ദാന ദേശത്തേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധഗ്രന്ഥകാരന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈജിപ്തിന്റെ നാശമാണ് ഉദ്ദേശം. ഈജിപ്ത് നശിപ്പിക്കപ്പെട്ടു, എന്നാൽ ഇസ്രായേൽക്കാരോ രക്ഷിക്കപ്പെട്ടു. തങ്ങൾക്കുണ്ടായ രക്ഷയുടെ അനുഭവത്തെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ആഘോഷിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. 14-ാം അധ്യായത്തില് 10ഉം 11ഉം ഒക്കെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 10ാമത്തെ വാക്യം പറയുന്ന ഇപ്രകാരമാണ്: ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകളുയർത്തി നോക്കി, തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി വീണ്ടും മോശ ജനത്തോട് പറഞ്ഞു 13ാമത്തെ വാക്യം: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേ നിങ്ങൾ കാണുകയില്ല. ഇത് വലിയൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. വീണ്ടും 16ാമത്തെ വാക്യത്തിൽ പറയുന്നു: നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. നോക്കിക്കേ, ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇനിമേൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, കർത്താവ് നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും. ഈ ഒരു വിശ്വാസത്തെ ഇസ്രായേൽ ജനതയുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അത്ഭുതത്തെ അവിടുന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കി ഈ അത്ഭുതം എന്താണ്. വടി കയ്യിലെടുക്കുന്നു, വടിയെടുത്ത് അടിക്കുന്നു, കടല് 2ആയിട്ട് മാറുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ഭുതമല്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. വടിയെടുത്ത് അടിക്കുകയും മാറുകയും ചെയ്യുന്ന അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. അതിനർത്ഥമുണ്ട്. ഒന്നാമതായി ഇത് ഒരു ന്യൂ ക്രിയേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം അവര് വാഗ്ദാന ദേശത്തേക്ക് പോകുന്നു. അപ്പൊ നോക്കിക്കേ, പഴയകാലത്തിലെ അനുഭവം നോക്കുക. 430 വർഷത്തോളം ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ ആയിരുന്ന ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പോകുന്നു. അതാണ് ഒന്നാമത്തത്. അപ്പോൾ ഇവര് ഒരു പുതുമ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ പഴയതിനെയൊക്കെ മാറ്റി ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടോട് ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവമാണ് ഇവരെ രക്ഷിച്ചെന്നുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും ഒക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടികളാക്കി ദൈവം ഇവരെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ അത്ഭുതത്തിന് പിന്നിലെ സത്യം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടും കൃത്യമായിട്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം എങ്ങനെയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നത് എന്നിട്ട് പറയുകയാണ്. കർത്താവ് പറയുന്നു, അല്ലെ, ആകാശത്തിലെ ജലവും ഭൂമിയിലെ ജലവും തമ്മിൽ ഒന്നിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു അവസരത്തിലാണ് ദൈവം പറയുന്നത്, ലെറ്റ് ദ വാട്ടേഴ്സ് ദാറ്റ് ഈസ് അപ്പ് അബവ് ഷാൽ ബി ഡിവൈഡഡ് ഫ്രം ദ വാട്ടേഴ്സ് ബിലോ. അതായത് മുകളിലുള്ള ജലം താഴെയുള്ള ജലവുമായിട്ട് വേർതിരിക്കപ്പെടട്ടെ. വൈബ്ദേൽ അല്ലെങ്കിൽ ബദാൽ എന്നുള്ള വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലുള്ള ജലം താഴെയുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കപ്പെടട്ടെ. വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് എന്താണ്? കര പ്രത്യക്ഷമായി. വയ്യബാഷ് എന്നാണ് പറയുന്നത്. കര പ്രത്യക്ഷമായി. അവർ കരയിലൂടെ യാത്ര ചെയ്യുക. ഇതായിരുന്നു ആദ്യത്തെ സൃഷ്ടിയുടെ വിവരണമെങ്കിൽ പുതിയ സൃഷ്ടിയിലും, അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രമായി ഒരു വിശ്വാസ സമൂഹമായിട്ട് വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ അവർ പുതിയ സൃഷ്ടികളാകുന്നതും യഥാർത്ഥത്തിൽ ഇപ്രകാരം വേർതിരിക്കപ്പെട്ട വെള്ളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതൊരു പുതിയ സൃഷ്ടിയുടെ
അനുഭവമായിട്ടാണ് വിശ്വാസ ജീവിതത്തിലൂടെ കാണുക. രണ്ടാമതായി ഇതേപോലെയുള്ള ഒരു അനുഭവം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും കാണാൻ പറ്റും. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് പരിതപിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയെ, അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം വലിയൊരു ജലപ്രളയം കൊണ്ടുവരുന്നു. ആ ജലപ്രളയത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അങ്ങ് മലയുടെ മുകളിൽ വരെ എത്തത്തക്ക വിധം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ആകാശവും ഭൂമിയും ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഈ അവസരത്തിലാണ് നോക്കിക്കേ 8-ാമത്തെ അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു? തന്റെ ആത്മാവിനെ റുവാഹ് വയ്യ അവാറദൊണായി എത്ത് റുവാഹ്, ദൈവം ഒരു കാറ്റിനെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ പറഞ്ഞു വിടുകയാണ്. ആത്മാവ് ആ ജലത്തിലൂടെ കടന്നു വരുന്നു. ജലം മെല്ലെ സബ്സൈഡ് ചെയ്യുന്നു. ഒരു പുതിയ ക്രിയേഷനിലേക്ക് ആ ജലം മാറുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു വെള്ളത്തെ വേർതിരിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി ഈജിപ്തിലെ വെള്ളത്തെ മാത്രമല്ല കർത്താവ് ഇങ്ങനെ വേർതിരിക്കുന്നത്, മറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോശുവയുടെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലും 3-4 അധ്യായങ്ങളിലൊക്കെ ഈ വെള്ളത്തെ വേർതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെയും ഇതേ മെത്തഡോളജി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാന പേടകം ജോർദാൻ നദിയിൽ കാലുകുത്തിയ നിമിഷം ആ ജലം 2ആയിട്ട് വേർതിരിഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദാന പേടകം ജോർദാൻ നദിയിൽ കാലുകുത്തിയ നിമിഷം ജലം 2ആയിട്ട് വേർപിരിഞ്ഞു. അവർ ജലത്തിലൂടെ കരയിലൂടെ എന്നവണ്ണം യാത്ര ചെയ്തു. ഇതും സൃഷ്ടിയെ സൂചിപ്പിക്കുകയാണ്. വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തില് ഒരു പുതിയ സൃഷ്ടിയായി ഇസ്രായേൽ ജനം രൂപാന്തരപ്പെടണം എന്നതിൻ്റെ സൂചനയാണ് ഇത് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് അത്ഭുതം നടക്കുന്നത് ഏത് രീതിയിലാണ്. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് കടന്നു വരുന്നതല്ല അത്ഭുതം, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും നടക്കുന്നതിലൂടെ കാണുന്നതല്ല അത്ഭുതം. അത്ഭുതം കടന്നു വരുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവ് മോശയോട് പറയുന്നു, നിന്റെ കയ്യിൽ ഞാനൊരു സാധനം തന്നിട്ടുണ്ടല്ലോ, വടി. ആ വടിയെടുത്ത് ഇതിന്മേൽ ആഞ്ഞടിക്കുക. പഴയ നിയമത്തിലെ ഈ വടി എന്ന് പറയുന്നത് 2 വാക്കുകളാണ്, ഹെബ്രായ വാക്കുകളാണ് ഉപയോഗിക്കുക. ഒന്നാമത്തെ വാക്ക് ഷേവത്ത് എന്നാണ്, രണ്ടാമത്തെ വാക്ക് മത്തെ എന്നാണ്. പലപ്പോഴും ഷേവത്തും മത്തെ എന്നിങ്ങനെയുള്ള 2 വാക്കുകൾ സൈമുൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കും. വടിക്ക് പറയുന്ന പേരാണ്. മത്തെ എന്ന് പറയുന്നത് അതൊരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സെക്കുലർ സെൻസിലാണ് ആ വടി എന്ന് പറയുന്നത്, സ്റ്റിക്ക് എന്നാണ്. ഷേവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്ക് എന്ന് മാത്രമല്ല മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്, ട്രൈബുകൾ എന്നുണ്ട്, ഗോത്രങ്ങൾ. ഇത് ഒന്ന് വിശദീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, മോശ അത്ഭുതം പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? മോശ അത്ഭുതം പ്രവർത്തിക്കുന്നത് വടി ഉയർത്തിയാണ്. ആ വടി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയെ ഒരുമയോടുകൂടി കൂട്ടിപ്പിടിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. ഗോത്രങ്ങളുടെ പ്രതീകമായ ഈ വടി കയ്യിലെടുത്തുകൊണ്ട് അതിനെ ഉയർത്തി അതിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു യാത്രയിൽ, പുതിയ സൃഷ്ടിയുടെ യാത്രയിൽ അവശ്യം വേണ്ടത് പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ ജനതയുടെ കൂട്ടായ്മയാണ് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നമ്മൾ നടത്തുമ്പോൾ. എന്നാൽ ജോഷുവയുടെ പുസ്തകത്തിലാകട്ടെ വാഗ്ദാന പേടകമായിരുന്നു. അപ്പോൾ വാഗ്ദാന പേടകം ഇസ്രായേൽ ജനതയെ ഒരുമിച്ച് കൂട്ടുന്ന സംഭവമായിരുന്നു. ആ വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇസ്രായേൽ ജനം ജോർദാന്റെ നദിയിലൂടെ യാത്ര ചെയ്തത്. അപ്പം ഇത് രണ്ടും ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഭാഗമാണെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇതാണ് 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ 14-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രമേയമുണ്ട്. 14-ാമത്തെ അധ്യായത്തിലെ നറേഷൻ ഒരു പ്രൊസൈക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രോസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നറേഷൻ എങ്ങനെയാണ് വരുന്നത്, അതനുസരിച്ചാണ്. എന്നാൽ 15-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. ആ വിശ്വാസത്തിൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് അല്പസമയം കഴിയുമ്പോഴത്തേനും കടന്നു വരാം. ഇവിടെ പറയുന്ന 14-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 1-2 ചിന്തകളൂടെ ഒന്ന് അവതരിപ്പിച്ചുകൊള്ളട്ടെ. ഒന്നാമത്തെ ചിന്ത, മോശ ജനത്തോട് പറഞ്ഞു, 13-ാമത്തെ വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും,
നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇതൊരു വലിയൊരു വീക്ഷണമാണ് തരുന്നത്. ആരാണ് നമുക്ക് മുൻപേ യാത്ര ചെയ്യുന്നത്? വയ്യ അവാർത്തി എന്നൊക്കെ പറയുമ്പോൾ ഐ വിൽ പാസ് ഓവർ. നമ്മൾ കണ്ടല്ലോ പുറപ്പാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഭാഗം, പ്രത്യേകിച്ച് 12-ാമത്തെ തിരുവചനം, ഐ വിൽ പാസ് ഓവർ ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ്. ദൈവം തന്നെ പറയുകയാണ്, ദൈവമാണ് കൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമാണ് ഇവരുടെ മുൻപേ യാത്ര ചെയ്യുന്നത്. അവർക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ദൈവമായ കർത്താവ് പോകുന്നു. ഇതേ അനുഭവമാണ് നമ്മൾ പ്രധാനമായിട്ടും യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുക. നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള നിയമസംഹിത കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, നീ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നീ പേടിക്കേണ്ട, നീ ശാന്തമായിട്ടിരുന്നാൽ മതി. കാരണം കർത്താവാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യാത്ര. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മുന്നിൽ പോകുന്ന രംഗമാണ് പ്രധാനമായിട്ടും ഈ ഒരു യാത്രയിലെ, പ്രത്യേകിച്ച് കടൽ കടക്കുന്ന അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ ശക്തരാകുവിൻ. ഹദ്സാക്ക് എമത്സ് എന്ന വാക്കാണ് ഹെബ്രായ ഭാഷ ഉപയോഗിക്കുക. ഹദ്സാക്ക് എമത്സ്, അതായത് ബി ഫേം ആൻഡ് കറേജസ്. ബി ഫേം ആൻഡ് കറേജസ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലും ഇതേ വാക്ക് നമ്മൾ കാണാൻ സാധിക്കും. നിങ്ങൾ ശക്തരായിട്ട് നിൽക്കുവിൻ, കാരണം ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ജോഷുവയുടെ പുസ്തകത്തിലും എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളത്. അപ്പം ദൈവം നമുക്ക് മുൻപേ യാത്ര ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ദൈവം എസെക്കിയേലിന്റെ പുസ്തകത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തിന് മുൻപേ യാത്ര ചെയ്യുന്നു. അവർക്ക് മുൻപേ യാത്ര ചെയ്ത് അവരെ രൂപപ്പെടുത്തിയെടുത്ത് അവരിലൂടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു ആശയത്തെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ 14-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ്, രണ്ടാമത്തെ ഒരു ആശയമാണ് 23-ാമത്തെ വാക്യം. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളുകളും തേരുകളും എല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരൻ നമുക്ക് ഓടി രക്ഷപ്പെടാം, കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. വീണ്ടും പറയുന്നു, ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിൽ ഇറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളുകളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരെല്ലാവരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വിശ്വാസ ജീവിതത്തെയാണ്. എങ്ങനെ ഇസ്രായേൽക്കാർ മുന്നോട്ട് പോയി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, എങ്ങനെയാണ് ഈജിപ്ത് ദേശത്തിൻ്റെ നാശം കടന്നു വരിക. കാരണം ഇത് പറയുമ്പോൾ ഈജിപ്ത് എപ്പോഴും ഇസ്രായേലിൻ്റെ ശത്രുവാണ്. ആ ശത്രുവായ ഈജിപ്തിലേക്ക് ഒരിക്കലും ആർക്കും തിരിഞ്ഞു പോകരുത് എന്നതിനെക്കുറിച്ച് ശക്തമായൊരു പ്രബോധനം കൊടുക്കുകയാണ്. കാരണം അവിടെയുള്ള വിഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെയുള്ള ബിംബങ്ങളുടെയും ആരാധനകളുടെയും ഒക്കെ പിന്നാലെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഈജിപ്ത് ദേശത്തുണ്ടാകും. അവിടെ ഒന്നും നീ പോകരുത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ്. ഇസ്രായേലിൻ്റെ ബദ്ധശത്രുവായി ജെറമ്യാ പ്രവാചകനും ഒക്കെ ഈജിപ്ത് ദേശത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്ത് ഈസ് ആൻ എനിമി ഓഫ് യാഹ്വേ വൈൽ ബാബിലോൺ ഈസ് ദ ഫ്രണ്ട് ഓഫ് യാഹ്വേ എന്നാണ് ജെറമ്യാ പ്രവാചകൻ പറയുക. അതുകൊണ്ട് ഈജിപ്തിനെ എപ്പോഴും ഒരു ശത്രുവായിട്ട് കരുതുന്ന ഈ സാഹചര്യത്തിൽ ആ ശത്രുവിൻ്റെ എതിരെയുള്ള മനോഭാവത്തെ മുഴുവനെയും വിവരിക്കുന്ന ഭാഗമാണ് 14-ാമത്തെ അധ്യായത്തിൽ. ഇവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ വിശ്വാസ പ്രഖ്യാപനം നോക്കിക്കേ. അവർ പറയുന്ന വിശ്വാസ പ്രഖ്യാപനം അത് 14-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം, കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത്രമാത്രം ശക്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുക, കർത്താവ് ഇസ്രായേലിന് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ
പ്രഘോഷണമാണ് അവിടെ കാണുക. അതുപോലെ തന്നെ വീണ്ടും കാണുന്നു 29-ാമത്തെ വാക്യത്തിൽ അവരിലാരും അവശേഷിച്ചില്ല. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഒരു ജനതയുടെ വിശ്വാസ പ്രഖ്യാപനത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഇതാണ്. ദൈവം എങ്ങനെ ഇസ്രായേലിനെ വഴി നടത്തി, ഒരു കവാടത്തിലൂടെ, അതായത് കർത്താവിൻ്റെ പെസഹായാകുന്ന ദിവ്യരഹസ്യത്തിൻ്റെ കവാടത്തിലൂടെ ഇസ്രായേൽക്കാരെ വാഗ്ദാന ദേശത്തേക്ക് ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നു. ഇന്ന് ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കവാടമുണ്ട്, രക്ഷയുടെ കവാടം. ആ കവാടം മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാനയാകുന്ന കവാടം തന്നെയാണ്. ആ കവാടത്തിലൂടെ, രക്ഷയുടെ കവാടത്തിലൂടെ, പെസഹാ രഹസ്യത്തിൻ്റെ കവാടത്തിലൂടെ, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആഘോഷത്തിലൂടെ നമുക്കെങ്ങനെ കർത്താവിൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് പ്രവേശിക്കാമെന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട പ്രതീകമായിട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. രക്ഷയുടെ കവാടത്തിലൂടെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഈ കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ സംഹരിക്കുന്നതിലൂടെ, പെസഹായുടെ ആചരണത്തിലൂടെ വാഗ്ദാന ദേശത്തേക്ക് സ്വതന്ത്രമായി ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയായി ഇസ്രായേൽ ജനം രൂപാന്തരപ്പെടുന്നു എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇനി അടുത്തു വരുന്നത് ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. ആ ആഘോഷത്തെക്കുറിച്ച് നമുക്ക് 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.